السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. നിസ്കാരത്തിലുള്ള കറാഹത്തുകളെ കുറിച്ചാണ് പറയുന്നത്. ഈ സുന്നത്ത് നിസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്ത് കുറേ നീട്ടരുത്, ചുരുക്കണം. അങ്ങനെ നിസ്കാരത്തിക്കാട് പ്രവേശിക്കുകയാണല്ലോ, ഘട്ടം ഘട്ടമായിട്ട് അങ്ങനെ നീട്ടിപ്പോണ്ടത്. വിക്രഹു ഇതാലത്തു റക്അത്തിൻ്റെ ഉലാഫി തത്തബൈ. സുന്നത്ത് നിസ്കാരത്തിലെ ഈ രണ്ട് റക്അത്തുകളിൽ ഒന്നാം റക്അത്ത് കുറേ നീട്ടരുത്, ചുരുക്കിയാണ് വേണ്ടത്. ഈ ഹദീസിലെ മറ്റൊക്കെ വന്നിക്കുകയാണെങ്കിൽ ഓക്കെ, ഹദീസിലോ നബിനത്തോട് ഉദ്ധരിക്കപ്പെട്ടതാണെങ്കിൽ കുഴപ്പമില്ല, നീട്ടാം. തൊത്തുവീലു സാനിയത്തി അലല്ലൂര. ഇനി ഫർദ് നിസ്കാരമായാലും സുന്നത്ത് നിസ്കാരമായാലും മുഴുവൻ നിസ്കാരങ്ങളിലും ഒന്നാം റക്അത്തിനേക്കാൾ രണ്ടാം റക്അത്ത് നീട്ടൽ കറാഹത്താണ്. വേണമെങ്കിൽ മൂന്നാം റക്അത്ത് വേണമെങ്കിൽ നീട്ടാം. 1, 2 എന്ന് പറയുമ്പോൾ ഒന്നിനേക്കാൾ കുറച്ചാവണം രണ്ടാമത്തെ റക്അത്തിൽ ഓതുന്നത്. ഒന്നാം റക്അത്തിൽ ഓതുന്നതിനേക്കാൾ 3 ആയത്തൊക്കെ 3 കൂടുതൽ ആയത്ത് രണ്ടാം റക്അത്തിനേക്കാൾ ഒന്നാം റക്അത്തിലെ സൂറത്തിന് വേണം. എന്നാൽ സുന്നത്തുകാരാകുമ്പോൾ ഒന്നാം റക്അത്ത് ചെറുതായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൻ്റെ രീതിയും. ഫർദ് നിസ്കാരത്തിന് കണക്കൊന്നുമില്ല, അതിങ്ങനെ അത്രയും നീട്ട നിസ്കാരം. അൽ-ബഖറന് വേണമെങ്കിൽ ഒന്നാം ഓതാം. സുന്നത്തുകാരാകുമ്പോൾ ഒന്നാം റക്അത്ത് ഇങ്ങനെ ചുരുക്കിയാണ് കൊണ്ടുവരേണ്ടത്. ഫി ജമീ സ്വലാത്തി, എല്ലാ നിസ്കാരത്തിലും. അടുത്ത കറാഹത്ത്, ഒരു റക്അത്തിൽ തന്നെ ഫർദ് നിസ്കാരത്തിൽ ഒരേ സൂറത്ത് ആവർത്തിക്കുക. 2 റക്അത്തിലും ഖുൽ ഹുവല്ലാഹു തക്രാറു സൂറത്തി ബി റക്അത്തിൻ വാഹിദത്തിൻ മിനൽ ഫർദി. സുന്നത്തുകാരത്തിൽ കുഴപ്പമില്ല കേട്ടോ. സുന്നത്തുകാരൻ എന്ന് പറഞ്ഞാൽ ഒരായത്തന്നെ ഒതിയാട് നേരം വെളുക്കോളം ഒരാളിങ്ങനെ ആവർത്തിച്ച സംഭവമൊക്കെ കണ്ടില്ല നിങ്ങൾ? സ്വാരീങ്ങൾ പലരും അദാബിൻ്റെ ആയത്തോ റഹ്മത്തിൻ്റെ ആയത്തോ റജാവിൻ്റെ ആയത്തോ ഖൗഫിൻ്റെ ആയത്തോ ഒക്കെ നേരം വെളുക്കോളം ഓതി ആവർത്തിക്കുന്നതിന് കുഴപ്പമില്ല. ഫർദ് നിസ്കാരമാണ് പറയുന്നത്. അലം യഅ്നില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് എന്നുള്ള ആയത്തൊക്കെ സുബ്ഹ് വരെ ഓതിയ മഹാന്മാരുണ്ട്. എന്നിട്ട് കരയ അങ്ങനെ. അലം യഅ്നില്ലദീന ആമനു, അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിച്ച ആളുകൾക്ക് സമയമായിട്ടില്ലേ? അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അള്ളാഹിൻ്റെ ദിക്ർ കൊണ്ട് ഹൃദയത്തിന് ഭക്തി നേടാൻ സമയമായിട്ടില്ലേ, ഹൃദയം കീഴ്പ്പെടാൻ നേരമായിട്ടില്ലേ എന്നുള്ള ആയത്തൊക്കെ ഓതിയിട്ട് ഞാൻ നമ്മൾക്കുള്ള നിസ്കരിച്ച ആൾക്കാരുണ്ട്. അതാണ് റഹ്മത്തി യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം തഖ്നതു മിർ റഹ്മത്തില്ലാഹി. ഇങ്ങനെയൊക്കെ. മറ്റൊരു കറാഹത്ത്, ഖിറാഅത്തു സൂറത്തിൻ ഫൗഖല്ലത്തി ഖറഅഹ. സൂറത്തുകൾ ഓതുമ്പോൾ തർത്തീബ് പാലിക്കണം. ഖുൽ യാ റബ്ബന്നാസ് ഓതിയായിട്ട് അതിൻ്റെ അടുത്ത സൂറത്ത് ഖുൽ ഹുവല്ലാഹു ഓതിയായിട്ട് പിന്നെ തബ്ബത്തി ഓതരുത്, അത് നേരെ മുമ്പുള്ളതാണ്. ഖിറാഅത്തു സൂറത്തിൻ ഫൗഖല്ലത്തി ഖറഅഹ, അവൻ ഓതിയ സൂറത്തിൻ്റെ മുകളിലുള്ള സൂറത്ത് അടുത്ത റക്അത്തിൽ ഓതൽ കറാഹത്താണ്. അതിൽ അല്ലാഹു തആല ഖുർആൻ എന്താകുന്നുണ്ട്, ഒരു തർത്തീബ് വെച്ചിട്ടുണ്ട്. ആ തർത്തീബ് അട്ടിമറിക്കരുത്. പറ്റും, കുട്ടികൾക്കൊക്കെ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാനാണെങ്കിൽ പറ്റും, അതിന് കുഴപ്പമില്ല. മറ്റത് കുത്തിമറിച്ചിടാൻ പാടില്ല. വ ഫസ്ലുഹു ബി സൂറത്തിൻ ബൈന സൂറത്തൈനി ഖറഅഹുമാ ഫി റക്അത്തൈനി. 2 റക്അത്തിൽ ഓതിയിട്ടുള്ള 2 സൂറത്തിനിടയിൽ ഒരു സൂറത്തിനിടയിലെ സൂറത്ത് കൊണ്ട് പിരിക്കലും കറാഹത്താണ്. തഫ്ദീലും ഹജറും ഉണ്ട്. ഒരു സൂറത്ത് കൊണ്ട് പിരിക്കൽ കറാഹത്താണ്. അപ്പോൾ 2 റക്അത്തിൽ പാരായണം ചെയ്ത 2 സൂറത്തിനിടയിൽ മറ്റൊരു സൂറത്തിനെ കയറ്റി പിരിക്കൽ കറാഹത്താണ് എന്നാണ് പറയുന്നത്. കാരണം അനാവശ്യമായിട്ടുള്ള തഫ്ദീലും ഹജറും ഉപേക്ഷിക്കൽ വരുന്നുണ്ടല്ലോ. ഒരു സൂറത്ത് കഴിഞ്ഞാൽ മറ്റേ സൂറത്തല്ലേ ഓതേണ്ടത്, ആ സൂറത്ത് എന്തിനാ ഒഴിവാക്കിയേ? അങ്ങനെ പ്രശ്നം വരുന്നുണ്ട് അവിടെ. അതിൻ്റെ ഉദ്ദേശം പൂർണ്ണമായിട്ട് അറിയില്ല. ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഷമ്മു തീബിൻ, സുഗന്ധം വാസനിക്കൽ, അത്ര വാസനിക്കൽ കറാഹത്താണ്, നിസ്കാരത്തിൻ്റെ പ്രവൃത്തിക്കെതിരാണ്. ഓ തെർബീഹുഹു ബി സൗബിഹിയോ മിർവഹത്തിൻ, വിശറി കൊണ്ടോ വസ്ത്രം കൊണ്ടോ ഈ സുഗന്ധം ഇങ്ങനെ അടിക്കൽ, തെർവീഹ് വിശറലും കറാഹത്താണ്. 1, 2 വട്ടം. അത് ഖുശൂവിന് എതിരാണ്. കുറഞ്ഞ പ്രവൃത്തിയാണെങ്കിൽ പോലെയൊക്കെ ഖുശൂവിന് എതിരാണ്. നിസ്കാരത്തിന് ഇങ്ങനെ വിശറെടുത്ത് ഉപയോഗിച്ചാൽ ഇങ്ങനെ അത്ര ഇങ്ങനെ
അങ്ങനെ പാറ്റുക എന്നുള്ളത്, വീശുക എന്നുള്ളത്. തഹമീൽ അസാബി അതേഹ രിജ്ലൈൻ ഖിബലത്ത്, സുജൂദ് ചെയ്യുമ്പോൾ കാലിൻ്റെയും കൈൻ്റെയും വിരലുകളൊക്കെ സുജൂദിൻ്റെ ഖിബലൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞ് വെക്കുക വേണ്ടത്, വലത്തോട്ട് ഇടത്തോട്ട് തിരിഞ്ഞിക്കാൻ പാടില്ല. അങ്ങനെ തിരിക്കൽ കറാഹത്താണ്. തഹമീൽ അസാബി അതേഹ രിജ്ലൈൻ ഖിബലത്തി സുജൂദിൽ അവയവങ്ങളൊക്കെ ഖിബലയിലേക്ക് തിരിയണം എന്നർത്ഥം. കാലിൻ്റെ വിരൽ, കയ്യിൻ്റെ വിരലൊക്കെ തെക്കോട്ടും വടക്കോട്ടും അല്ല തിരിയേണ്ടത്, അത് കറാഹത്താണ്. ഗൈരിഹി, സുജൂദ് അല്ലാത്തതിലും അങ്ങനെ തന്നെയാണ്. റുക്കു ചെയ്യുമ്പോഴൊക്കെ കയ്യിൻ്റെ വിരലുകളൊക്കെ ഖിബിലേക്ക് നേരെ തിരിച്ചു വെക്കണം, തക്ബീറത്തിന് ഇഹ്റാം ചെയ്യുമ്പോൾ ഒക്കെ ഖിബിലേക്ക് നേരെ തിരിച്ചു വെക്കണം എന്ന് പറയുന്നുണ്ടല്ലോ, അതൊക്കെ ലംഘിക്കൽ കറാഹത്താണ്. തുറക്ക് വകയില്ലതേനാൽ റുക്കുബത്തേന് റുക്കുവിൽ 2 കാൽമുട്ടിൻ്റെ മേലാണ് കൈ വെക്കേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുന്നത്തിൻ്റെ കൂട്ടത്തിൽ, അത് ഉപേക്ഷിക്കൽ കറാഹത്താണ്. തുറക്ക് വലഹിമാൽ ഫഹദൈനി ഭീമാ ബൈന സൈത്തൈനി, 2 സുജൂദിനിടയിൽ 2 തൊടൻ്റെ മേലിലാണ് കൈ വെക്കേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഉപേക്ഷിക്കൽ കറാഹത്താണ്. അത്തഹിയാത്തിന് അങ്ങനെ തന്നെ വേണ്ടതെന്ന് പറഞ്ഞിരുന്നു, അത് ഉപേക്ഷിക്കൽ കറാഹത്താണ്. തെർക്ക് വലയിൽ ലമീൻ അൽ അസാരി ആൽ ഖിയാമിൽ തെർക്കിഹി സുന്ന, വലത് കൈ ഇടത് കൈമേൽ വെക്കുകയാണ് വേണ്ടത് ഫാത്തിഹ ഓതന സൂറത്ത് ഓതന നേരത്തെ, അതിന് എതിർ ചെയ്യൽ കറാഹത്താണ്. തെർക്ക് വലയിൽ ലമീൻ അൽ അസാരി ഹാലൽ ഖിയാമിൽ തെർക്കിഹി സുന്ന, സുന്നത്ത് ഒഴിവാക്കിക്കൊണ്ടാണ് കറാഹത്ത് വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പതിവാക്കി വന്ന സുന്നത്ത് ഒഴിവാക്കിയതുകൊണ്ട്. വത്തസാഉബു, മടിയന്മാരടയാളം അങ്ങനെ കോട്ടുവായിടുക എന്നുള്ളത് അത് കറാഹത്താണ്. വല്ലാതെ കോട്ടുവായി വരണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പരമാവധി അടച്ച് പിടിച്ച് ലോക്ക് ചെയ്ത് വെച്ചോട്ടെ എന്നാണ്. അള്ളാഹ്ക്ക് തുമ്മൽ ഇഷ്ടമാണ്, കോട്ടുവായിടൽ കറാഹത്താണ്, ഇഷ്ടമല്ല എന്ന് ആയിരിക്കുന്നത്. ഇന്നല്ലാഹു യുഹിബ്ബുൽ ഉതാസ്, അള്ളാഹു തആലക്ക് തുമ്മൽ ഇഷ്ടമാണ്, പക്ഷേ കോട്ടുവായിടൽ ഇഷ്ടമല്ല എന്ന് ഹദീസുണ്ട്. അപ്പോൾ കോട്ടുവായിടുകയാണെങ്കിൽ പരമാവധി ഫർദഹു മസ്തതായ, സാധ്യമാകുന്ന വിധത്തിൽ അത് തടുത്ത് വെക്കണം. വലാഖുൽ ഹാ എന്ന് പറയരുത്. ഫൈന്നമാ ദാലിക്കും മിന ശൈത്താൻ യദ്ഹകു മിന്നു, ഒരു മുമയാ മനുഷ്യൻ വെറുതെ ഹോ എന്നിങ്ങനെ പറയുമ്പോൾ ശൈത്താൻ ഇങ്ങനെ കളിയാക്കി ചിരിക്കുന്നുണ്ട്, അവൻ്റെ പരിപാടിയാണ്. അപ്പോൾ കൈ വായ്മുഖത്തൊക്കെ വെച്ചിട്ട് ശൈത്താൻ വായിലേക്ക് കയറുന്നത് തടുക്കുക. തഗ്മീദു ഐനൈഹി, ഒരു കാര്യമില്ലാത്ത നിസ്കാരത്തിൽ കണ്ണിങ്ങനെ അടക്കൽ കറാഹത്താണ്. കണ്ണടക്കരുത്, കണ്ണും കൂടെ എന്ത് ചെയ്യട്ടെ, നിസ്കാരത്തിൽ പങ്കെടുക്കട്ടെ. എല്ലാ അവയവങ്ങളെ കൊണ്ട് ഒരു പങ്ക് ഇബാദത്തിൽ അത് കൊടുക്കണം. എല്ലാ അവയവങ്ങൾക്കും നിസ്കാരത്തിൽ പങ്കാളിത്തം വേണം, അപ്പോൾ അത് കൊടുക്കണം. അപ്പോൾ കണ്ണിങ്ങനെ അടച്ചു പിടിച്ചാൽ പിന്നെ കണ്ണിൻ്റെ ആ നിയമത്ത് ഉണ്ടാവില്ലല്ലേ, സുജൂദിൻ്റെ സ്ഥലത്തേക്ക് നോക്കണം. ഉറപ്പ് മാലിസമായി, മേപ്പോട്ട് ഉയർത്തലും കറാഹത്താണ്. ഇങ്ങനെ സുജൂദിൻ്റെ സ്ഥലത്തേക്കല്ലേ നോക്കണ്ടേ, സുജൂദിൻ്റെ സ്ഥലത്തേക്കല്ലേ, എങ്ങോട്ടാണ് നോക്കണ്ടേ? റുക്കോയില് കാൽപാദത്തിന്റെ മുകളിലേക്ക്, യെസ്. വൽ ത്വമത്തി, അതുപോലെ തന്നെ ഇങ്ങനെ മൂരിടൽ കറാഹത്താണ്. ഇങ്ങനെ നീണ്ട് വലിയില്ല ശരീരം, ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യന്മാരുണ്ടാവില്ല, കൈയൊക്കെ ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ ശരീരം ഇങ്ങനെ നീട്ടി വലിക്കും, അതിനാണ് ത്വമത്തി എന്ന് പറയാം. കണ്ണ് ചിമ്മാൻ പാടില്ലാതെ ഹറാമോ മറ്റോ വേറെ അനാവശ്യമായ കാര്യങ്ങളിലേക്ക് കണ്ണ് കാഴ്ച പോകും. നമ്മൾ ആൾക്കാരൊക്കെ പെണ്ണുങ്ങളും ഒക്കെ പോകണം നിൽക്കണം നിസ്കരിക്കണമെങ്കിൽ അപ്പം കണ്ണ് ചിമ്മാൻ തന്നെ അല്ല കേട്ടോ. വൽ അമലുൽ ഖലീലു, നിസ്കാരത്തിനോട് എതിരാകുന്ന കുറഞ്ഞ പ്രവൃത്തിയും കറാഹത്താണ്. രോമം പറിക്കുക, അമ്പയ്യ, അതുപോലെ നടക്കുക, ഇതൊക്കെ. വാഹദ് ഖംറത്തിൻ വഖത്തില, പേനെടുക്കലും കൊല്ലലും കറാഹത്താണ്. തഹത്തിയത്ത് അംഫിഹി വ ഫമിഹി, അതുപോലെ തന്നെ വായും മൂക്കും മൂടിക്കെട്ടലും കറാഹത്താണ്. മാസ്കൊക്കെ ഒഴിവാക്കുക, അങ്ങനെ നിസ്കരിക്കുക ആവശ്യമില്ലാതെ. വധു ഷെയ്യും ഫി മമിഹി യമനഉൽ ഖിറാഅത്തൻ മസൂ, സുന്നത്തായ ഖിറാഅത്ത് പാരായണത്തിന് തടസ്സമാകുന്ന വിധത്തിൽ അവൻ്റെ വായിൽ വല്ലതും വെക്കൽ കറാഹത്താണ്. വായി ഖുർആൻ മറ്റം പോലെ ഓതണമെങ്കിൽ വായിലൊന്നും ഉണ്ടാകാൻ പാടില്ലേ. വസുജൂദു അലാ കൂരി ഇമാമത്തിഹി, അതുപോലെ തന്നെ തലപ്പാവിൻ്റെ കൂറിൻ്റെ മേൽ സുജൂദിൽ കറാഹത്താണ്. കൗറ് 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 അതിൻ്റെ ആ വട്ടം, ഒരു വട്ടം കൗറ് കുറേ വട്ടത്തിൽ ഇങ്ങനെ കറങ്ങിയിട്ടുണ്ടാവുക, അതിൻ്റെ ഏതെങ്കിലും കൗറിൻ്റെ മേൽ സുജൂദ് ചെയ്യൽ കറാഹത്താണ്. നമ്മൾ നേരെ നെറ്റി വെക്കല്ലേ വേണ്ടത്, മണ്ണിൽ
അപ്പോൾ ചൂടോ തണുപ്പോ പറഞ്ഞാൽ അഗ്രോ അത് വട്ടോ വട്ട് 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 ഒരു മടക്ക്, ഒരു ഞെറി, ഒരു സാധനം. അതായത് സുജൂദ് ചെയ്യുമ്പോൾ നമ്മളെ നേരെ നെറ്റി ഭൂമിയിൽ വെക്കുകയാണ് വേണ്ടത്. അതിനെതിരാണ് ഈ തലക്കെട്ടിൻ്റെ ഈ വട്ടിൽ സുജൂദ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ ആ റൗണ്ടിൽ സുജൂദ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് സുഖിക്കലാണ്. അപ്പോൾ കാരണം തണുപ്പോ നനവോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പറ്റും. അതൊക്കെ താഴ്മൻ്റെ അടയാളമാണ് നേരെ അങ്ങനെ സുജൂദ് വെക്കാന്നുള്ളത്. വഅല സൂറത്തിൻ, റൂഹുള്ള ഒരു സാധനത്തിൻ്റെ ചിത്രത്തിന്മേൽ സുജൂദ് ചെയ്യലും കറാഹത്താണ്. വൽ-ഇഖ്തിസാറു അലൽ ജബ്ഹത്തി ബിലാ ഉദ്രിൻ ബിൽ അൻഫി, ഒരു കാരണമില്ലാതെ സുജൂദ് നെറ്റിയോണ്ട് മാത്രം ചെയ്യലും കറാഹത്താണ്. നെറ്റി അല്ല, മൂക്ക്. കാരണം മൂക്ക് വെക്കുക എന്നുള്ളത് നെറ്റി വെക്കുമ്പോൾ മൂക്ക് വെക്കുക എന്നുള്ളത് വാജിബാത്തിൽ പെട്ടതാണ്. അപ്പം ഒരു കാരണമില്ലാതെ മൂക്കുകൊണ്ട് നെറ്റിൻ്റെ മേൽ ചുരുക്കൽ കറാഹത്താണ്. സ്വലാത്ത് ബി തരീഖി, ആൾക്കാരിങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ നിസ്കരിക്കൽ കറാഹത്താണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ആളുകളെ പോക്കിനൊക്കെ തടസ്സമാണ്. സാധാരണക്കാരെ കാര്യം ഇങ്ങനെ ശ്രദ്ധിക്കേണ്ടി വരില്ല. വഴി നിസ്കരിച്ചാൽ നിസ്കാരത്തിനൊക്കെ ഒരു ഖുശൂവും ഭക്തിയൊക്കെ വേണ്ടേ. ഇതിങ്ങനെ ജനസഞ്ചയത്തിൽ ആൾക്കാരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോണ വൈക്കം നിസ്കരിച്ചാൽ അവൻ്റെ മനസ്സിലെന്താ ഉണ്ടാവുക? അപ്പം ഒന്ന് മാറിക്കുക. നിസ്കരിക്കാൻ പെടുന്നും പറ്റും, എന്നാലും ആളുകളുടെ മനസ്സിന് ഖുശൂ കിട്ടുന്ന രീതിയിൽ ചെയ്യണം. പിന്നെ ഹമ്മാമിൽ നിസ്കരിക്കൽ കറാഹത്താണ്. മഖ്റജിൽ അല്ലേ, മഖ്ബറത്തോ ഹമ്മാമിലും വഫിൽ മഖ്റജി കസീഫ്. എന്താ മഖ്റജ് പറഞ്ഞാൽ? ഇതിനകത്ത് മാനിയത്തിനാ കിടക്കണം. ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതിനകത്ത് മാനിയത്തിനാ കിടക്കുന്നു. ഒന്നുകൂടെ പറയാം. 2 റക്അത്തിൽ പാരായണം ചെയ്ത 2 സൂറത്തിനിടയിൽ ഒരു അന്യ സൂറത്തിനെ കൊണ്ടുകൊണ്ട് പിരിക്കൽ കറാഹത്താണ്. തുടർച്ചയായിട്ട് ഓതണം എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ സ്വമ്മു ത്വീബിന് സുഗന്ധി അത്രയൊക്കെ എടുത്തായിട്ട് ഇങ്ങനെ വാസനിക്കുക കറാഹത്താണ്. അതേമാതിരി തെർവീഹു, അത്തർ വീശ, അതായത് വസ്ത്രം കൊണ്ടോ അല്ലെങ്കിൽ മിർവഹത്ത് എന്ന് വെച്ചാൽ വിശറി കൊണ്ടൊക്കെ 1-2 വട്ടം ഖുശൂവിനെതിരാണ്. അതുപോലെ തന്നെ 2 കൈകാലുകൾ ഖിബലയിൽ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് സുജൂദ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സുജൂദ് അല്ലെങ്കിലോ ഖിബലയുടെ ഭാഗത്തേക്ക് അല്ലാതെ തെറ്റിക്കുക, തഹ്വീൽ. ഖിബലൻ്റെ ഭാഗത്തേക്കാണ് കൈയും കാലും വെക്കേണ്ടത്. പിന്നെ അങ്ങനെ പറഞ്ഞത് റുക്കൂല് 2 കാൽമുട്ടിൻ്റെ മേൽ കൈ വെക്കുക എന്നുള്ളതാണ്. അത് ഒഴിവാക്കൽ കറാഹത്താണ്. തെറുക്കു വലയിൽ ലതൈനി അല്ല റുക്ബത്തി, റുക്കൂല് 2 കാൽമുട്ടിലാണ് കൈ വെക്കേണ്ടത്, അത് വെക്കാതിരിക്കൽ കറാഹത്താണ്. അതുപോലെ 2 സുജൂദിനിടയിൽ 2 തൊടൻ്റെ മേലാണ് വെക്കേണ്ടത്, അത് തെറുക്ക് ചെയ്യലും കറാഹത്താണ്. അത്തഹിയാത്തിലും അങ്ങനെ തന്നെ തൊടൻ്റെ മേലാണ് വെക്കേണ്ടത്. ഹനഫി മദ്ഹബാണ് പറയുന്നത്, ഷാഫി മദ്ഹബിൽ മുട്ടിനോട് അടുപ്പിച്ച് തന്നെ. ഓ തെറുക്ക് വലയിൽ ലമീൻ അൽ ലസാരി ഹാലൽ ഖിയാമിന് തെറുക്കിഹി സുന്നത്ത, നിൽക്കുമ്പോൾ നൃത്തത്തിൻ്റെ സമയത്ത് വലത് കൈ ഇടത് വശത്തിന് മേൽ വെക്കുക എന്നുള്ളതാണ് സുന്നത്ത്. നിൽക്കുമ്പോൾ ഖിയാമിൽ അത് ഉപേക്ഷിക്കൽ കറാഹത്താണ്, കാരണം സുന്നത്ത് ഒഴിവാക്കി. ഓ തസാബ്, കോട്ടുവായിടൽ കറാഹത്താണ്. പിന്നെ അത് ശൈത്താന്മാരെടുത്ത് എന്നുള്ളതാണ്. പരമാവധി വായ അടച്ചു വെക്കണം എന്നാണ് നിയമം ശൈത്താൻ പ്രവേശിക്കുന്നതിന്. അപ്പോൾ തഹ്മീദു അയനൈഹി, നിസ്കാരത്തിൽ കണ്ണൊക്കെ പങ്കെടുക്കണം, അപ്പോൾ കണ്ണിങ്ങനെ പൂട്ടി പിടിക്കൽ കറാഹത്താണ്. പിന്നെ റക്അുമാ, മേപ്പിട്ട് വെക്കലും കറാഹത്താണ്. നോക്കേണ്ട സ്ഥലമുണ്ട്. റക്അു ചെയ്യുമ്പോൾ വിരലുമൊക്കെ വെക്കുക, സുജൂദ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, നോക്കുക. ഒരു പ്രത്യേക സമയം ഉണ്ടല്ലോ പറഞ്ഞിരിക്കണല്ലോ. എവിടേക്കായിരുന്നു നോക്കേണ്ടത്? സുജൂദ് ചെയ്യുമ്പോൾ അടിയിലോട്ട് നോക്കണം. അതെ, സുജൂദ് റുക്കൂ ചെയ്യുമ്പോൾ കാലിന്റെ കാൽപാദം, സുജൂദ് ചെയ്യുമ്പോൾ തയ്യാത്തിൽ ഇരിക്കുമ്പോൾ മടിയിലോട്ട് നോക്കണ്ടേ. പിന്നെ സുജൂദിന്റെ പറയേണ്ടേ ഇല്ലല്ലോ, വേറെ ഒന്നും നോക്കാൻ പറ്റില്ലല്ലോ. തമത്തി, അതുപോലെ തന്നെ ഇങ്ങനെ ശരീരം ഇങ്ങനെ നീട്ടുക ആശ്വാസത്തിന് വേണ്ടി. ഇങ്ങനെ അതിനെന്താ പറയല്? തമത്തിക്ക് മൂരിടുകയെന്നോ മൂരി വലിയാന്നൊക്കെ പറയും. മൂരികളൊക്കെ ചെയ്യലുണ്ടല്ലോ അങ്ങനെ ഒരു വലിയല്ലേ. അത് മടിയന്മാരടയാളാ എന്നൊക്കെ പറഞ്ഞിട്ട്.
വല്ല അമലുൽ ഖലീലു, നിസ്കാരത്തിനോട് യോജിക്കാതെ കുറഞ്ഞ പ്രവൃത്തി ഒരുപാടുണ്ട്, ചെറിയ ചെറിയ പ്രവൃത്തികളൊക്കെ കറാഹത്താണ്. നിസ്കാരത്തിൽപ്പെട്ട പ്രവൃത്തി മതി, അന്യ പ്രവൃത്തികൾ വരണ്ട. വാഹദ് ഖംലത്തിൻ വ ഖത്ലുഹ, പേനെടുക്കലും കൊല്ലലും, പിന്നെ തഗ്തിയത്തു അൻഫിഹി വ ഫമിഹി, വായും മൂക്കും മൂടിയ മാസ്കൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കണം. വദഉ ഷൈഇൻ ഫി ഫമിഹി അംനഉൽ ഖിറാഅത്തിന് മസ്നു, സുന്നത്തായ ഖിറാഅത്തിന് തടസ്സമാകുന്ന വിധത്തിൽ വായിൽ എന്തെങ്കിലും വെക്കൽ കറാഹത്താണ്. വായിൽ എന്തെങ്കിലും വെക്കൽ കറാഹത്താണ്. എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടാവും ചിലപ്പോൾ. സുജൂദ് അല കൗരി ഇമാമത്തിഹി, നെറ്റിയോണ്ടാണ് സുജൂദ് ചെയ്യേണ്ടത്. തലപ്പാവിൻ്റെ ആ വട്ടിൽ അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റിനുമേൽ സുജൂദ് ചെയ്യൽ കറാഹത്താണ്. കാരണം തണുപ്പ് ചൂടൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, നേരെ നെറ്റി വെക്കാൻ കഴിയില്ല. ഇനി വഅല സൂറത്തിൻ, ചിത്രത്തിന് മേൽ സുജൂദ് ചെയ്യൽ. മുസല്ലയിലൊക്കെ ഉണ്ടാവുമല്ലോ, മുസല്ലകളൊക്കെ ചിത്രം ഉണ്ടാവുമല്ലോ. വൽ ഇഖ്തിസാർ അലൽ ജബ്ഹത്തി ബിലാ ഉദ്രിൻ ബിൽ അൻഫി, ഈ സുജൂദ് ചെയ്യുമ്പോൾ നെറ്റിയും മൂക്കും കൂടി വെക്കണം എന്നാണ്. മൂക്കില്ലാതെ, നെറ്റി വെക്കാതെ മൂക്ക് മാത്രം വെക്കൽ. കാരണം മൂക്ക് നെറ്റിയിലേക്ക് കൂട്ടൽ വാജിബാന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പം ഇഖ്തിസാർ അലൽ ജബ്ഹത്തി ബിലാ ഉദ്രിൻ ബിൽ അൻഫി, മൂക്കിൽ ഉദരമൊന്നുമില്ലാതെ സുജൂദിൽ നെറ്റിയിൽ മാത്രം ചുരുക്കൽ കറാഹത്താണ്. ഫിൽ ഹമ്മാമി, കുളിപ്പറയിൽ അവിടെ നജസും മറ്റുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വഫിൽ മഖ്റജി, അതുപോലെ ഗേറ്റ് ആൾക്കാർ പുറത്തു വന്ന സ്ഥലത്തു നിന്നൊക്കെ. വഫിൽ മഖ്ബറ, മഖ്ബറയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ വിരോധിച്ചിട്ടുണ്ട്. മഖ്ബറയിലും അറവുശാലയിലും വീട്ടിലെ വേസ്റ്റ് കിടന്ന സ്ഥലത്ത്, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കറാഹത്താണ്. കുളിമുറിയിൽ ഒട്ടകങ്ങൾ കെട്ടിയിടുന്നിടത്ത്, കാബൻ്റെ മുകളിൽ, അങ്ങനെ കുറേ സ്ഥലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. വഅർദിൽ ഗൈരി ബിലാ റിളാഹു, മറ്റൊരാളെ തൃപ്തിയില്ലാതെ അന്യൻ്റെ ഭൂമിയിൽ നിസ്കരിക്കലും കറാഹത്താണ്. ഖരീബ മിൻ നജാസത്ത്, നജസിൻ്റെ അടുത്ത് നിസ്കരിക്കൽ കറാഹത്താണ്. മുദാഫിയ ലഹദിൽ അഖ്ബസൈനി, മലമൂത്ര വിസർജനത്തിനോ അവിരീഹി, അല്ലെങ്കിൽ കീഴ്വായുവിനോ മുട്ടുന്ന സന്ദർഭത്തിൽ നിസ്കരിക്കൽ കറാഹത്താണ്. അപ്പോൾ നജാസത്തിന് ഗൈരി, നിസ്കാരത്തിന് തടസ്സം അല്ലാത്ത നജസ് ഉണ്ടല്ലോ കുറച്ച് നജസൊക്കെ, ആ നജസോടുകൂടി നിസ്കരിക്കലും കറാഹത്താണ്. ശുദ്ധിയായിട്ട് തന്നെ നിസ്കരിക്കേണ്ടത്. കുറച്ച് തടസ്സമല്ലാത്ത, പൊറുക്കപ്പെടുന്ന, അഫു ചെയ്യപ്പെടുന്ന നജസാണെങ്കിൽ പോലും അതോടുകൂടി നിസ്കരിക്കൽ കറാഹത്താണ്. ഇല്ല ഇതാ ഖാഫ പോകത്തിൽ ഭക്തി, നിസ്കാരം ഖളാവെന്ന് ഭയപ്പെട്ട് ആലോചിക്കുക, അപ്പം പിന്നെ നോക്കണ്ട. അല്ലെങ്കിൽ ജമാഅത്ത് നഷ്ടപ്പെടുമെന്ന് ഭയപ്പെട്ട് ആലോചിക്കുക, അപ്പം പിന്നെ ആ മാപ്പ് ചെയ്യപ്പെടുന്ന നജസോടുകൂടി തന്നെ നിസ്കരിക്കലാണ് നല്ലത്. ജമാഅത്ത് ഭയങ്കര സുന്നത്തായ കാര്യമല്ലേ. ഇല്ല, നഷ്ടപ്പെടുന്ന ഭയമൊന്നും ഇല്ലെങ്കിൽ പിന്നെ നുതിബ ഖത്ഉഹ, ആ നിസ്കാരം മുറിക്കൽ സുന്നത്താണ്, നിർബന്ധമൊന്നുമില്ല. വസ്സലാത്ത് ഫി സിയാബിൽ ബിദില, ഈ അഴുക്കും മറ്റുമൊക്കെ അഴുക്കാകുന്നതിന് തടസ്സമാക്കാത്ത വസ്ത്രം നടത്തം. നമ്മൾ ചില വസ്ത്രങ്ങൾ അഴുക്ക് നമ്മൾ തീരെ ഇഷ്ടപ്പെടില്ല. അഴുക്കാകണമെങ്കിൽ ആയിക്കോട്ടെ, പണിക്കൊക്കെ ഇറങ്ങണ താഴ്ന്ന വസ്ത്രമല്ലേ, അതിലിപ്പോൾ അഴുക്കാവും നമുക്കറിയാം. അപ്പോൾ അങ്ങനെ അഴുക്കാക്കാനും പണിയെടുക്കാനും ഇറങ്ങാനൊക്കെ ഉപയോഗിക്കുന്ന വസ്ത്രത്തിനാണ് സിയാബും ബിദ്ല എന്ന് പറയാം. അത്തരം വസ്ത്രമൊക്കെ മാറ്റിയിട്ട് നിസ്കരിക്കേണ്ടത്, അതിന് നിസ്കരിക്കൽ കറാഹത്താണ്. പക്ഷെ ആ നിസ്കാരം ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടാവരുത് കേട്ടോ. ഏത് പണിയിലാണെങ്കിലും ആ വസ്ത്രം എടുത്ത് നിസ്കരിക്കാം, അതിന് കുഴപ്പമുണ്ട. മക്ഷൂഫ് റസി, തല തുറന്നിട്ട് നിസ്കരിക്കൽ കറാഹത്താണ്. ശരി, ആര് തതുല്ലി തതറി, താഴ്മക്കും കീഴ്പ്പെടാനും വേണ്ടിയാണെങ്കിൽ ഒഴികെ തലയൊന്നും മറക്കാതെ, ഹാജിമാരെ മാതിരി. ഹാജിൻ്റെ ഉദ്ദേശം തദല്ലുൽ ഖുശൂ ആണല്ലോ, ഹജ്ജിൻ്റെ അവിടെ തല മറക്കരുതെന്ന് പറയാൻ കാരണം. ഈ ഖുശൂ എന്ന് പറഞ്ഞാൽ മനസ്സും അടങ്ങണം, അവയവങ്ങളും അടങ്ങണം. രണ്ടിനും കൂടി പറയുന്ന പേരാണ് ഖുശൂ എന്ന് പറയുന്നത്. മനസ്സ് ശാന്തമായിരിക്കണം, അവയവങ്ങളും ശാന്തമായിരിക്കണം. എന്താണോ കൽപ്പിക്കപ്പെട്ടത് മാത്രം ചെയ്യാം. അവ ശരീരത്തിലും കാഴ്ചയിലും ശബ്ദത്തിലൊക്കെ ഉണ്ടാവും ഖുശൂ. അപ്പോൾ ഈ ഹദറത്തി താമിൻ യമീലു ഇലൈഹി, ആകർഷകമായ കഴിക്കാൻ തോന്നുന്ന ഭക്ഷണം ഉണ്ടായിരിക്കുക, അതിൻ്റെ സാന്നിധ്യത്തിനും കറാഹത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസുകളിലൊക്കെ കാണാം. വമാ യുസ്ഗിലുൽ ബാല, മനസ്സിന് ചിന്തയുണ്ടാക്കുന്ന, മനസ്സിൻ്റെ ചിന്തയെ തെറ്റിക്കുന്ന എന്തൊക്കെയുണ്ട് അതിൻ്റെയൊക്കെ സാന്നിധ്യത്തിന് നിസ്കാരം കറാഹത്താണ്.
വമാ യുഖില്ലു ബിൽ ഖുശൂഅ്, മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഭക്തിക്ക് തടസ്സമാകുന്ന എന്തൊക്കെയുണ്ടോ അതിൻ്റെ ഒക്കെ സാന്നിധ്യത്തിൽ നിസ്കരിക്കൽ കറാഹത്താണ്. വഅദ്ദുൽ ആയി വ തസ്ബീഹി ബില്ലദി, ആയത്തും തസ്ബീഹൊക്കെ കൈകൊണ്ട് ഇങ്ങനെ എണ്ണൽ, വിരൽ കൊണ്ട് എണ്ണൽ ഇങ്ങനെ കറാഹത്താണ്. ഖുർആനും മറ്റെന്തോ ആവട്ടെ. വഖിയാമുൽ ഇമാമി ഫിൽ മിഹ്റാബി, ഇനി അടുത്തത് ഇമാം എന്ത് ചെയ്യുക, മിഹ്റാബ് നിൽക്കുക. നമുക്ക് ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ നൽകട്ടെ. അവൻ്റെ മുത്തഖീങ്ങളിൽ അള്ളാഹു തആല നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. ഈമാനോട് കൂടിയുള്ള മരണം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. സ്വർഗ്ഗലോകത്ത് അള്ളാഹു നമ്മയൊക്കെ അവൻ്റെ മഹതായ ഔദാര്യം കൊണ്ട് നമ്മുടെ ഈ ഇൽമിൽ പങ്കാളികളാകുന്ന ആരൊക്കെ ഉണ്ടോ അവരൊക്കെ ഇമാം അബൂ ഹനീഫ തങ്ങളെ, ഇമാം അൽ-ആദമിൻ്റെ ഒക്കെ കൂടെ അള്ളാഹു സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടി തരട്ടെ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.